ഹായ് എവ്രി വൺ, മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ പുട്ടും മാമ്പഴവും എന്നുള്ളത് റീൽസിലും ഷോർട്സിലൊക്കെ ആയിട്ട് ഒരു ട്രെൻഡായിട്ട് കാണുന്നുണ്ട്. നമ്മൾ പുട്ടുണ്ടാക്കുക, എന്നിട്ടത് മാമ്പഴം പീസുമായിട്ട് കൂട്ടി കഴിക്കാം. അത് നല്ലൊരു കോമ്പിനേഷനാണെന്ന് പറയണു, ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ഡിഷാണ്, അതായത് മാമ്പഴപ്പുട്ട്. നമ്മൾ മാമ്പഴത്തിൻ്റെ പൾപ്പിലാണ് പുട്ടുപൊടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പുട്ട് ഏത് വിധത്തിൽ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കുന്ന ഒരാളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ, ഹസ്ബൻഡാണ്. ആൾക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും കാലമായിട്ട് മടുക്കാത്തൊരു ഭക്ഷണമാണ് പുട്ട്. വർക്കിംഗ് ഡേയ്സിലൊക്കെ മിക്കവാറും പുട്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഒരു ദിവസം ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇത് നാട്ടിൽ പോയപ്പോൾ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ യൂട്യൂബിലോ അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഏതിലോ ഒന്നിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണ്, അല്ലാതെ സ്വന്തം റെസിപ്പിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ പുട്ട് നമ്മൾ മാമ്പഴത്തിൻ്റെ പൾപ്പിൽ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് നാളികേരം വേണം, അതുപോലെ മാമ്പഴം അതിൻ്റെ പൾപ്പ് നമ്മൾ അടിച്ചെടുക്കണം. അതായത് മാമ്പഴം കുറച്ച് ചെറിയ പീസാക്കിയിട്ട് തനിയെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അതിൽ വെള്ളവും ചേർക്കണ്ട, അതുപോലെ മധുരമോ പഞ്ചസാരയോ ഒന്നും മധുരത്തിന് വേണ്ടി ചേർക്കണ്ട. നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ടേസ്റ്റ് കുറച്ചുകൊണ്ട് കൂടുതലായിരിക്കും കേട്ടോ. പുട്ടുപൊടിയിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ, ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് നാളികേരവും കൂടി ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പുട്ടുപൊടിയിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ള കൺസിസ്റ്റൻസിയിലാണല്ലോ കുഴയ്ക്കാറ്. അപ്പോൾ അതിനനുസരിച്ച് വേണം മാമ്പഴം എടുക്കാൻ. അപ്പോൾ ഗ്ലാസ് അളവ് അറിയാത്തതുകൊണ്ട് തന്നെ കുറച്ച് പൾപ്പുകൾ ഇട്ട് കൊടുത്തിട്ട് ഓരോ സ്പൂൺ പൾപ്പ് ഇട്ട് കൊടുത്തിട്ട് കുഴച്ച് നോക്കി. അങ്ങനെയാണ് പുട്ടുപൊടി കുഴച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് പാകത്തിനായി ഒരല്പം വെള്ളം കൂടുതൽ പോലെ വേണം. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ചിരിക്കുമ്പോൾ അത് നോർമലായിട്ട് വലിഞ്ഞ് പുട്ടുപൊടി വീർത്ത് വരും. അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ പുട്ടുപൊടി പാത്രത്തിൽ ചിരട്ടപ്പുട്ടിൻ്റെ ആകൃതിയിലുള്ള അതിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നാളികേരം ഇട്ട് കൊടുക്കണം. നാളികേരം ഇട്ട് കൊടുത്തിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. ഒരു മിഡിൽ പോർഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാമ്പഴം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഏറ്റവും മുകളിലായിട്ട് നാളികേരം കൂടി വെച്ച് കൊടുക്കാം. മിഡിൽ പോർഷനിൽ മാത്രം മാമ്പഴം വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി മാമ്പഴത്തിൻ്റെ പൾപ്പിലാണല്ലോ പുട്ടുപൊടി കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ നാളികേരത്തിൻ്റെ കൂടെ വീണ്ടും മാമ്പഴം ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു ഓവർ മധുരമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മിഡിൽ മാത്രം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, നാളികേരത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാം. സാധാരണ പോലെ തന്നെ ആവിയിൽ വേവിച്ച് എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ, കുക്കറിൻ്റെ വിസിൽ വരുന്ന എയർ വരുന്ന ഭാഗത്താണ് ഇതിൽ വെക്കാറ്. സാധാരണ പുട്ടുകുടത്തിൻ്റെ മുകളിലും വെക്കാം തോന്നുന്നു ഇങ്ങനെ. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ആ മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് മുഴുവൻ പുട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മാമ്പഴപ്പുട്ട് കേട്ടോ. ഇനി വേറൊരു വിശേഷമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം.